വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന കാരണമാണ് ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുകയെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് എന്താ പറയുക പൈസ കിട്ടി. അപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. എന്താ പറയുക, അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആയാലും കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മളത് പ്രൊഫഷണൽ മൂഡിലേക്ക് മാറ്റുക. പ്രൊഫഷണൽ മൂഡിലേക്ക് മാറ്റിയാലാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. കാരണം പബ്ലിക്കായിരിക്കണം. നമ്മൾ തന്നെ പോസ്റ്റുകൾ, വീഡിയോസ് എല്ലാം പബ്ലിക്കായിട്ട് കിടന്നാലാണ് അതിൽ നിന്ന് നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണായി കിട്ടിക്കഴിഞ്ഞാൽ ഏണിങ്സ് കയറുള്ളൂ. കാരണം നമ്മൾ തന്നെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ആൾക്കാർ കണ്ടാലല്ലേ നമുക്ക് പ്രയോജനമുള്ളൂ. അല്ലാണ്ട് നമ്മുടെ അക്കൗണ്ടിൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ എന്തൊക്കെ കണ്ടന്റുകളാണ് ഇടണ്ടേ എന്നാണ് പിന്നത്തെ ഡൗട്ട്. നമുക്ക് നമ്മുടെ ഓൺ കണ്ടന്റ്, ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും കാലത്ത് കുക്ക് ചെയ്യും നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളെടുത്ത് നമുക്ക് വീഡിയോ പോലെ എഡിറ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ്സ് ഇടാം. എന്താ പറയുക, അങ്ങനെ നമ്മുടെ കഴിവ് എന്താണ് അതിനനുസരിച്ച്. ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാം, പാട്ട് പാടാം. അങ്ങനെ ഓരോരുത്തർക്കും പല കഴിവുകളും ദൈവം തന്നിട്ടുണ്ടാവും. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. പ്രത്യേകിച്ച് ഓൺ കണ്ടന്റുകൾ മാത്രം ഇടാൻ ശ്രദ്ധിക്കുക. ഓൺ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആവാനും, നിങ്ങൾക്ക് ഓൺ കണ്ടന്റ് ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആയിരിക്കും. നമ്മൾ ഈ സീരിയൽ, സിനിമ അങ്ങനെ അവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് ഗൂഗിളിൽ നിന്ന് എന്താ പറയുക എടുത്ത ഫോട്ടോസ് അങ്ങനെ ഇടുന്നേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മുടേതായ കണ്ടന്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടേതായ കണ്ടന്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ആ പേജ് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രൊഫഷണൽ മൂഡ് ഓണാക്കുക എന്നുള്ളത് ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യും. ഞാൻ ഇതൊരു വിശദീകരിച്ചൊരു വീഡിയോ ഫസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു ധാരണ വേണമല്ലോ. നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഫുള്ളായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മളതിലേക്ക് എന്താ പറയുക ചെന്ന് ചാടാനായിട്ട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ മൂഡ് ഓണാക്കാം. പിന്നെ അതിലെന്താണ് ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ കണ്ടന്റുകൾ കൂടുതലായിട്ട് ഇടാം. ഇപ്പോൾ എന്തൊക്കെയാണ് ഓൺ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഫോട്ടോസ് ഇടാം, വീഡിയോസ് ഇടാം, സ്റ്റോറി ഇടാം, റൈറ്റിംഗ് ഇടാം, ഡ്രോയിങ് ഇടാം, ലൈവ് വരാം. ലൈവൊക്കെ വരുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫേസ്ബുക്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും ഡൗട്ടാണ് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യണമെന്ന്. അത് നമ്മുടെ ഇഷ്ടമാണ്. കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ മൂഡിലേക്ക് ആകുമ്പോൾ നമുക്ക് ഫോളോ എന്നൊരു ഓപ്ഷൻ കിട്ടും. അവിടെ ബൈക്കിലൊരാണ് നടക്കുന്നത് കേട്ടോ, ഒരു തിന്നെയാണ്. അപ്പോൾ ഫോളോ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ആൾക്കാർക്ക് നമുക്ക് നമ്മളതിനെ ഫോളോ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഫോളോ ചെയ്യാം. പിന്നെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ട് FBയിൽ നിന്ന് കാലത്തൊരു പോസ്റ്റ്, വൈകിട്ട് ഒരു പോസ്റ്റ്, ഉച്ചയ്ക്ക് ഒരു പോസ്റ്റ്, അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ ആവശ്യത്തേക്ക് തിരിഞ്ഞ് നോക്കാതെ ഇരിക്കരുത്. നമ്മളാൾക്കാർ ലൈക്ക് ചെയ്യാൻ നമുക്ക് ലൈക്ക് തരുമ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. നമ്മളിട്ട പോസ്റ്റായാലും ആ ഫീഡായാലും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. പിന്നെ നമുക്ക് തന്നെ കമൻറ്റിന്, ഇപ്പോൾ എല്ലാ കമൻറ്റിനും ചിലപ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിരക്കിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും. പറ്റുന്ന ടൈമിൽ ആ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കുക, അതിനൊരു ലൈക്ക് കൊടുക്കാം. പറ്റുന്നുണ്ടെങ്കിൽ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ എങ്ങനെയാണ് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എങ്ങനെയാണ് ഫോളോവേഴ്സ് കൂട്ടണമെന്ന് കുറച്ച് പേരുടെ ഡൗട്ടാണ്. നമ്മൾ നല്ല നല്ല കണ്ടന്റുകൾ ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ ഡെയിലി വീഡിയോസും പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റൊക്കെ വൈറലാവും. നമ്മുടെ വീഡിയോസ് ആ പോസ്റ്റൊക്കെ വൈറലാവും. അപ്പോൾ നമ്മളതിനെ ഇന്ന് ഡെയിലി ആൾക്കാർ കാണുമ്പോൾ നമ്മൾ അറിയുണ്ടാവില്ല നമ്മളെ ആൾക്കാർ കാണുന്നു. ചിലപ്പോൾ ഇഷ്ടം പോലെ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ അത് 1000 മാക്സിമം 1000 പേരോ 500 പേരോ ഒക്കെ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന് മുകളിലും കാണാം. അപ്പോൾ അവർ ഡെയിലി നമ്മൾ ഇടുമ്പോൾ എന്തായാലും അവരുടെ ആ ഫീഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ചെന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ടാവില്ല, കമൻറ്റ് ചെയ്യില്ല, പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ അവർ കാണുന്നുണ്ടാവും ഡെയിലി. അപ്പോൾ അങ്ങനെ കണ്ട് ഇപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്തൊക്കെ ചെയ്യും. നമുക്ക് വേണ്ട സജഷൻസ് നൽകുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളെന്താ ഒരു പോസ്റ്റ് 2 പോസ്റ്റ് 10 പോസ്റ്റൊക്കെ ഇട്ടിട്ട് ലൈക്ക് കുറവാണ്, കമൻറ്റ് കുറവാണെന്നൊന്നും പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആക്കാണ്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കുഞ്ഞു ഉണ്ണിയായിരിക്കുമ്പോൾ നടക്കാൻ പഠിക്കില്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ 5-6 സ്റ്റെപ്പ് അങ്ങോട്ട് വെക്കില്ലല്ലോ. ഒരു സ്റ്റെപ്പ് വയ്ക്കും വീഴും, ഒരു സ്റ്റെപ്പ് വയ്ക്കും വീഴും,
എത്ര വീഴ്ച വീഴും, കൈ പൊട്ടും, കാല് പൊട്ടും, അങ്ങനെ എന്തൊക്കെ പറ്റും. എന്നാലും നമ്മൾ നടക്കാനായിട്ട് വീണ്ടും ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് എന്തൊരു മേഖലയിലായാലും നമ്മൾ തളരാൻ പാടില്ല. നമുക്കത് കിട്ടും എന്ന് ഉറപ്പിച്ച് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് അങ്ങനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടി. പക്ഷെ ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ എനിക്കൊരു 6 മാസത്തെ ഏണിങ്സാണ് ഫസ്റ്റ് $100 കിട്ടിയത്. പക്ഷേ എനിക്കത് 1 മാസം കൊണ്ട് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ വീഡിയോസും പോസ്റ്റൊക്കെ ഇട്ടിട്ട് നമുക്കത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റാത്ത ഒന്നുമില്ല. ഇപ്പം എൻ്റെ എന്താ പറയുക, 1 മന്ത് കൊണ്ട് $100 ആവാറായി. അപ്പോൾ എന്നെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. ഡോളറാണ് അല്ലെങ്കിൽ എത്ര പൈസയാണ് ആദ്യമായിട്ട് കിട്ടുക എന്നുള്ളതാണ് കുറച്ച് പേരുടെ ഡൗട്ടാണ്. നമുക്കിത് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. $25 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. പേപ്പാൽ ഉണ്ടെങ്കിൽ നമുക്ക് $25 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയർ ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് $100 ആകുമ്പോൾ കറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് $100 ആയി അപ്പം തന്നെ വരില്ല, ഒരു 11 ദിവസമൊക്കെ പിടിച്ചിട്ട് 11 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആകും. ഞാൻ വയർ ട്രാൻസ്ഫറാണ് കൊടുത്തേക്കുന്നത്. അപ്പം എനിക്ക് $100 ആയതിനു ശേഷമാണ് എനിക്ക് അക്കൗണ്ടിലേക്ക് വരാറ്. കാരണം എനിക്ക് പേപ്പാൽ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല. അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായില്ലേ. പിന്നെ വരുന്നത് കോപ്പിറൈറ്റ്. നമ്മൾ ഈ സിനിമ പാട്ടുകൾ റീൽസുകളൊക്കെ ചെയ്യാൻ പാടുമോ എന്നുള്ളത് കുറച്ച് പേരുടെ ഡൗട്ടാണ്. ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇൻസ്റ്റാഗ്രാം വഴി നേരിട്ട് നമുക്ക് ക്രോസ് പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ആ ഒരു റീൽസ് നമുക്ക് നേരിട്ട് ഫേസ്ബുക്കിലേക്കും ക്രോസ് പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം രണ്ടും മാറ്റേഡിയാണ്. പിന്നെ കോപ്പിറൈറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമ്പോൾ ചിലവർ പേടിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് റവന്യൂ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോയുടെ പാട്ട് വേറെ ആൾക്കാരെയാണല്ലോ. അപ്പോൾ അതിലൊരു 20% അല്ലെങ്കിൽ അത്ര ശതമാനം, ചിലപ്പം 100%-ൽ 50% അവർക്ക് പോകും, അല്ലെങ്കിൽ ഒരു 20% ആയിരിക്കും. അപ്പോൾ ഇത്ര ശതമാനം എന്നുള്ളത് അവിടെ കാണിക്കും നമുക്ക്. അപ്പോൾ അത് അവർക്ക് പോകും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീഡിയോ അവിടെ കിടക്കും, അതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനൊക്കെ എന്താ പറയുക, റവന്യൂ ഷെയറാണ് ചെയ്യാറ്. പിന്നെ പ്രൊഫൈൽ ഇഷ്യൂ വരാണ്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഇപ്പോൾ പ്രൊഫൈൽ ഇഷ്യൂ വരുന്നത് എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, പാർട്ടിപരമായി അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ എന്താ പറയുക ഓരോ വലിയ വലിയ ബ്രാൻഡുകളുടെ. ഇപ്പോൾ എനിക്ക് പ്രൊഫൈൽ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്, ഞാനൊരു ബ്രാൻഡിൻ്റെ ഷർട്ടിൻ്റെ, എനിക്ക് പണ്ട് റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റീസെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ബ്രാൻഡിൻ്റെ ഷർട്ടിൻ്റെ പിക്ക് ഇട്ടിട്ട് അത് റേറ്റ് കുറവിൽ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിന് നല്ല റേറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ക്വാളിറ്റി കുറഞ്ഞ ഒരു, ഇപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെയും ക്വാളിറ്റി കുറവുള്ള സംഭവങ്ങൾ ഇറങ്ങിയില്ല സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ അതുപോലെ ഒരു സംഭവമായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇട്ടത്. അതിൻ്റെ പേരിലാണ് എനിക്ക് ആ ഒരു കമ്പനിക്കാരാണ് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ നമ്മൾ അവർക്ക് ഇമെയിൽ അയച്ചു, നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ ഇമെയിൽ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇമെയിൽ അയച്ചു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട്, എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഇമെയിൽ അയച്ചു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് 2 മാസത്തിനുള്ളിലേക്ക് ആ പ്രൊഫൈൽ ഇഷ്യൂ പൂർണ്ണമായിട്ട് മാറി കിട്ടി. ഇപ്പം എൻ്റെ അക്കൗണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കോപ്പിറൈറ്റ് ഉള്ളത് ഇടാം, നിങ്ങൾക്ക് റവന്യൂ ഷെയർ ചെയ്താൽ മതി. പിന്നെ എങ്ങനെയാണ് ഈ മ്യൂസിക് ആഡ് ചെയ്യാന്നുള്ളത്. മ്യൂസിക് ആഡ് ചെയ്യാന്നുള്ളത് നമ്മൾ നേരിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഫേസ്ബുക്കിൽ പോയി അവിടെ റീൽസ് ഓപ്ഷനിൽ ചെന്ന് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്ത് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള പാട്ടാച്ച് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നേരിട്ട് ക്യാമറ ഓണാക്കി റീൽസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തുവെച്ച വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് അതിലിടാം. അപ്പോൾ എങ്ങനെയാണ് കോപ്പിറൈറ്റ് വരുന്നത് അറിയാമെന്ന്, നമുക്ക് കോപ്പിറൈറ്റ് സ്കാൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വരും വഴി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പേടിക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അവരെന്ത് പറയും അല്ലെങ്കിൽ ഇവരെന്ത് പറയും എന്നൊന്ന് ആലോചിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് 10 പൈസ ഉണ്ടാക്കണം എന്നൊരാഗ്രഹമുള്ള വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇതുവരെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും.
എന്നെ കൊണ്ട് അറിയാവുന്ന എനിക്കറിയാവുന്ന ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം. എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു 8 മണി വരെ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ കണ്ടില്ല എന്ന് വരും. പക്ഷേ കാണുന്ന ടൈമിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രമോഷനോ അല്ലെങ്കിൽ ഒരു ക്യാഷ് ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാം. എന്നെപ്പോലെ ആരെങ്കിലും എന്താ പറയുക, ഇപ്പോൾ എന്നെ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കും പറയാണ്ട് ചേച്ചി ഇങ്ങനെയൊന്നും ആരും പറഞ്ഞു തരാറില്ല, ചേച്ചി എന്താ പറയുക ചേച്ചിയുടെ മനസ്സ് നല്ലതാണെന്നൊക്കെ. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്നുള്ളൊരാഗ്രഹമുള്ള ആളാണ് ഞാൻ. അല്ലാണ്ട് പക്ഷേ എനിക്ക് കിട്ടുന്നുണ്ട്, അവർക്കൊരിക്കലും കിട്ടരുത്, അവർക്കൊരിക്കലും ഞാൻ പറഞ്ഞു കൊടുക്കില്ല, അങ്ങനെ വിചാരിക്കുന്ന ഒരാളല്ല. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. എനിക്കൊന്നും ആരും പറഞ്ഞു തന്നിട്ടല്ല. ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് തനിയാണ് എല്ലാം ചെയ്തിട്ട് എനിക്കിന്ന് ക്യാഷ് കിട്ടുന്ന തന്നെ അത്ര കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതുപോലെ അറിയാത്ത എത്രയോ വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്നുണ്ടാവും, മക്കളെ നോക്കിയിട്ടായാലും ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാണ്ടൊക്കെ. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക, ഇതുപോലെയുള്ള എങ്ങനെയാണ് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം. ഇതൊക്കെ കൂടി പറയുമ്പോൾ ചിലവർക്ക് ഇത് കാണാൻ മടിയുണ്ടാവും. അത് കാരണമാണ് കേട്ടോ ഇത്രയിൽ വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്നും തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അവിടെ നമ്പർ കൊടുക്കാം, നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പേര് ഷാരിക്കണ്ണെന്നാണ്. അതിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ചെന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.